നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ 1-ാം നമ്പർ മെമ്പർഷിപ്പുകാരനാണ് സുരേഷ് ഗോപി. എന്നാൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അമ്മയിൽ നിന്നും ആരും പ്രചാരണത്തിന് എത്തിയിരുന്നില്ല. അത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വിവാദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നിലെ കാരണം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. 2019 തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിനെത്തിയ താരങ്ങളടക്കം വന്നേക്കരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചിലർ പറയുന്നുണ്ട്, സുരേഷ് ഗോപി അമ്മയിൽ പോയപ്പോൾ എന്തൊരു സ്നേഹം, ഇലക്ഷൻ സമയത്ത് ഇവരൊക്കെ എവിടെ പോയിരുന്നുവെന്ന്. വിലക്കിയത് ഞാനാണ്. ഈ പൊങ്കാല ഏറ്റുവാക്കാനായിട്ട് അവർ ഒരു പാവവും ചെയ്തിട്ടില്ല. എന്നിട്ടും അവർ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്നൊരു സംവിധാനം മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു. ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി, അത് തന്നെ ഒടുക്കിയിരിക്കും. ഇതൊന്നും ഒരു മന്ത്രിയായി ഞാൻ സംസാരിക്കുന്നതല്ല. സിനിമയിൽ നിന്നും ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. ഒരച്ഛനായും മകനായും ഞാൻ വേദന നിങ്ങൾക്ക് മുമ്പിൽ പറയുമെന്ന് പറയുകയാണ് സുരേഷ് ഗോപി. കേസും വിഷയവും ഒക്കെ ഉണ്ടായപ്പോൾ മോഹൻലാൽ എന്ന മനുഷ്യൻ എന്നെ വിളിച്ചിരുന്നു. സുരേഷ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. ഞാനൊരു കുഴിയിലാണ്. ആ കുഴിയിൽ നിന്നും ഞാൻ വെറുതെ കയറി വരില്ല. റോക്കറ്റ് ഷൂട്ടി പോലെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്കതിനായെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുത് എന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളൂ. സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത്. കമ്മീഷണർ ചെയ്യുന്നത് വരെ ജീവിതത്തിൽ പോടാ എന്നൊരു വാക്കുപോലും താൻ ഉപയോഗിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. എന്തൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവനെന്ന് അമ്മ ഇപ്പോഴും പറയും. എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ. അതും ചെയ്യാത്ത തെറ്റിന് എൻ്റെ തല്ലു കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല, അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും അങ്ങനെ തന്നെ. അത് മാത്രമാണ് അന്ന് നടന്നത്. അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാറാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും പറയുകയാണ് സുരേഷ് ഗോപി. അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇടത്തു നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ചു വന്നെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെ ഞാൻ തല്ലി ഓടിക്കും. സുരേഷ് കുമാറിൻ്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും. അതിലേക്ക് എന്നെ വളർത്തിയത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജിയുടെ കയ്യിലിരിപ്പുമാണ്. ഭരത് ചന്ദ്രൻ്റെ ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരങ്ങൾ സ്വന്തം നെഞ്ചത്ത് കുത്തിത്തറച്ചാൽ മതി. അതിവിടെ ഏൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭരത് ചന്ദ്രനാണ് ജനതയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരത് ചന്ദ്രനായി ജീവിക്കും. ഭരത് ചന്ദ്രനായി പെരുമാറും. ഭരത് ചന്ദ്രനായി എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കും. ഭരത് ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ വാക്ക് നൽകുകയാണ്. തൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വികാരം അടിച്ചമർത്തിയിട്ടല്ല, മറച്ചു വെച്ചിട്ടല്ല, ഇഷ്ടമില്ലാത്ത എന്ത് കാര്യവും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും പറയുകയാണ് സുരേഷ് ഗോപി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.